കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 38 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് യാത്രാമധ്യേ യേശു ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മർത്ത എന്നു പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്നു പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തായാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിത്തയായിരുന്നു. അവൾ അവൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ? എന്നെ സഹായിക്കാൻ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത, മർത്ത, നീ പലതിനെക്കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്നും എടുക്കപ്പെടുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, സഭയിൽ നമ്മൾ ഇന്ന് പ്രത്യേകം അനുസ്മരിക്കുന്ന ഒരു വിശുദ്ധയുണ്ട്, വിശുദ്ധ പെലാജിയ. ഈ വിശുദ്ധയുടെ ജീവിതം പഠിച്ചാൽ, അതുപോലെ ഇന്നത്തെ നമ്മൾ കേട്ട 2 വായനകളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ ഒരു കാര്യം ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാം മറ്റെന്തിനേക്കാൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം. ലൂക്ക 3-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്നാപക യോഹന്നാൻ പ്രത്യേകം എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുക. ഇല്ലെങ്കിൽ ഏത് മരവും വെട്ടി തീയിലേക്ക് എറിയപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ അനുദപിക്കണം, മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കണം. നമുക്ക് പാപം ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, നല്ല ഫലങ്ങൾ കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലെറിയപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി നമ്മൾ മാറണം. വിശുദ്ധ പെലാജിയ 5-ാം നൂറ്റാണ്ടിൽ അന്ത്യോക്യായിൽ വിശുദ്ധ പെലാജിയ ഡാൻസുകാരിയായിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന ബെല്ലി ഡാൻസും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കണം. കാരണം അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഒരു കാലത്ത് ഒരുപാട് പാപജീവിതം നയിച്ച വ്യക്തി. ഈജിപ്തിലെ മറിയത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഏതാണ്ട് അതുപോലെ. വിശുദ്ധ അഗസ്തീനോസിന്റെ മാനസാന്തരത്തിന് മുമ്പുള്ള ജീവിതം നമുക്കറിയാലോ, ഏതാണ്ട് അതുപോലെ പാപത്തിൽ മുഴുകിയിരുന്ന ഒരു വ്യക്തി. പക്ഷെ അതിന് ശേഷം ഒരു പ്രസംഗം കേട്ടതാണ്. നമ്മളാണ് എന്തേരം പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രസംഗം കേട്ടതാണ്, അവൾക്ക് മാനസാന്തരം ഉണ്ടായി. പിന്നീട് പാപജീവിതം പൂർണ്ണമായിട്ടും വെടിഞ്ഞ് ദൈവത്തിനു വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ജീവിച്ച വ്യക്തി അവസാനം വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിയാകാൻ പോലും തയ്യാറായി. പണ്ടത്തെ ജീവിതം ഒരുവിധം, പക്ഷെ കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞിട്ടുള്ള ജീവിതം, വിശ്വാസത്യാഗം അതിനാവശ്യപ്പെട്ടപ്പോൾ ചെയ്യലെന്ന് പറഞ്ഞു. അതിനുവേണ്ടി മരിക്കേണ്ടി വന്നാൽ ഞാൻ മരിക്കും. അങ്ങനെ വിശ്വാസത്തിന് വില കൊടുത്ത് ആ വിശ്വാസം ജീവിച്ച ഒരു വ്യക്തിയാണ്, വിശുദ്ധയായി തീർന്ന ഒരു വ്യക്തിയാണ് എന്ന് വിശുദ്ധ പെലാജിയയുടെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, നമ്മളെയൊക്കെ ദൈവം വിളിക്കുന്നത് ഇതുപോലെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് ജീവിക്കാനാണ്. നമ്മുടെ ഇന്നലകളല്ല പ്രധാനപ്പെട്ടത്, ഇനി മുമ്പോട്ട് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ളതാണ്. ഈജിപ്തിലെ വിശുദ്ധ മറിയത്തിനും അതുപോലെ അന്ത്യോക്യായിലെ വിശുദ്ധ പെലാജിയായ്ക്കുമൊക്കെ വിശുദ്ധരാകാൻ സാധിച്ചെങ്കിൽ നമുക്കും വിശുദ്ധരാകാവുന്ന കാര്യമുള്ളൂ. അപ്പം അതിന് ആഗ്രഹിച്ച് തീരുമാനമെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ ആ കാര്യം നമ്മുടെ ജീവിതത്തിൽ നിറവേറും. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കണ്ടു പൗലോസിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു കാലത്ത് സഭയെ പീഡിപ്പിച്ചിരുന്നവൻ, കർത്താവിൻ്റെ വൈരി. പക്ഷെ നമ്മൾ കാണുകയാണ് പിന്നീട് അവൻ സഭയ്ക്ക് വേണ്ടി, കർത്താവിന് വേണ്ടി തൻ്റെ ശരീരം ഇടിച്ചു പൊളിക്കാൻ വിട്ടുകൊടുത്ത ഒരു വ്യക്തിയായിട്ട് മാറി.
കാരണം അവൻ്റെ ജീവിതത്തിൽ വന്ന മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ അവന് സാധിച്ചതുകൊണ്ടാണ് വലിയ പ്രതികൂല സാഹചര്യങ്ങൾ വന്നിട്ടും പൗലോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ മുമ്പോട്ട് പോയാൽ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് കാരാഗ്രഹം, അതുപോലെ തന്നെ സഹനം, മരണം, ഇതൊക്കെയാണ്. പക്ഷെ ഞാൻ മുമ്പോട്ടേ പോകത്തുള്ളൂ. അങ്ങനെ വിശ്വാസത്തിന് വില കൊടുത്ത് മുന്നേറിയ ഒരു വ്യക്തിയാണ് പൗലോസ് ലീഗ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കാണുന്നത് മാനസാന്തരം സംഭവിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ്. മർത്ത. നമ്മൾ കണ്ടു, മേരിയും മർത്തായും, മറിയവും മർത്തായും, 2 സഹോദരിമാര്. ശരിക്കും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ പോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട 2 വ്യക്തിത്വങ്ങൾ, അല്ലെ അവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ആ 2 കാര്യങ്ങൾ നമ്മൾ സ്വന്തമാക്കേണ്ടവരാണ്. മറിയം പ്രതിനിധാനം ചെയ്യുന്നത് പ്രാർത്ഥനയെ, മർത്ത പ്രതിനിധാനം ചെയ്യുന്നത് കഠിനാധ്വാനത്തെയാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നവരും അധ്വാനിക്കുന്നവരുമായിട്ട് മാറണം. ഈ 2 കാര്യങ്ങളും വേണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം, നല്ല തേജസ്സും ഓജസ്സുമുള്ള ക്രിസ്തീയ ജീവിതം എന്ന് നമുക്ക് പറയാൻ പറ്റുക. മർത്ത നമ്മൾ കാണുന്നുണ്ട്, അവളുടെ ജീവിതത്തിൽ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു. അവളിങ്ങനെ ജോലിയിൽ മുഴുകിയിരുന്നു, പക്ഷെ പ്രാർത്ഥിക്കുന്ന കാര്യം അത് വിട്ടുപോയി. അതുകൊണ്ടാണ് കർത്താവ് അവളെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, മർത്ത, ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ. അതാണ് മറിയം തിരഞ്ഞെടുത്തിരിക്കുന്ന കാര്യം. എനിക്കറിയാവുന്നപ്പം ഞാൻ എങ്ങനെയാണ് നീ പറഞ്ഞ കേട്ടോണ്ട് മറിയത്തോട് പ്രാർത്ഥന നിർത്തിയിട്ട് വന്ന് നിന്നെ സഹായിക്കാൻ പറയുക? ഞാൻ തിരുത്തേണ്ടത് നിന്നെയാണ്, നിന്റെ കാഴ്ചപ്പാടാണ് തിരുത്തേണ്ടത്. ഈ ഒരു കാര്യം നമ്മളെല്ലാവരും ഒന്ന് ഏറ്റെടുക്കുമായിരുന്നെങ്കിൽ നമുക്ക് മനോഹരമായ കോമ്പിനേഷൻ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയേനെ. അത് നമ്മുടെ ജീവിതത്തിന് വിജയം പകരും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സുഭാഷിതങ്ങൾ 16:3 ഇക്കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക, നിന്റെ പദ്ധതികൾ ഫലമണിയും എന്ന് പറഞ്ഞാൽ നീ അധ്വാനിക്കണം. നീ അധ്വാനിക്കണ്ടെന്ന് കർത്താവ് പറഞ്ഞില്ല. നീ വെറുതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, നിന്റെ കാര്യമൊക്കെ കർത്താവ് നടത്തിത്തരും എന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിന്റെ അധ്വാനം ദൈവത്തിന് അർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അധ്വാനത്തോടൊപ്പം പ്രാർത്ഥനയും കൂടെ വേണം. അങ്ങനെ ഈ 2 കാര്യങ്ങളും ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ നമ്മൾ പഠിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പരാജയം നമ്മൾ രുചിക്കേണ്ടി വരില്ല എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യം പഠിച്ച് അതനുസരിച്ച് അതിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കുന്നവരായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം, നമുക്ക് തീരുമാനമെടുക്കാം, അതിനായിട്ട് നമുക്ക് അധ്വാനിക്കാം. വിശുദ്ധ പെലാജിയായുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.